ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഉംറയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും പിന്നെ നമ്മുടെ കിച്ചൺ റിനോവേറ്റ് ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അതും ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഒരു റെസിപ്പി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ആയിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ അന്ന് മോർണിംഗിൽ വീട്ടിൽ പണിക്കാരുണ്ടായിരുന്നു, കിച്ചണിൻ്റെ വർക്ക് എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു അഡ്മിഷൻ ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടായിരുന്നു പല്ലിന് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ താത്തയും ഉമ്മയോടെ എസ്പാരത് വെഡിങ് സെൻറ്ററിൽ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ ക്ഷീണം മാറ്റാൻ നല്ലൊരു ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അഫ്സൽമ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവനൊക്കെ കണ്ടിട്ടാണ് പിന്നെ ഞാൻ തിരിച്ചു പോയത്. പോകുന്ന വഴിക്ക് ഉമ്മാക്കും ചെറിയ ഒരു പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വാവ്, അവിടെ ഉണ്ട്, പുറത്തിട്ടുണ്ട്. ഒന്ന് ബോക്സിലിട്ട് കൊണ്ടു പിന്നെ അങ്ങനെ പിന്നെ ഉമ്മാക്ക് കൊണ്ടുള്ള സ്കാർഫും കാര്യങ്ങളൊക്കെ കൂടെ വാങ്ങിയിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും അവർ പണിക്കാർ നമ്മുടെ കിച്ചണിൻ്റെ വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇത് നൈറ്റിലെടുത്തതാണ്. ഒരുപാട് പണികളുണ്ടായിരുന്നു അവിടെ. ഫുൾ കംപ്ലീറ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്തിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് ഇനിയുണ്ട്. വാഷിംഗ് മെഷീനൊക്കെ ഇനി പുറത്തേക്ക് വെക്കണം. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഒന്ന് പെട്ടെന്ന് ഫുൾ ക്ലീൻ ചെയ്തിട്ട് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ കിച്ചൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ സൺലൈറ്റ് അടിക്കുന്ന ഒരു ഭാഗമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ സമയത്തൊക്കെ കുറച്ച് ഇരുട് പോലെയാണ് ഉണ്ടാവല്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫുൾ വൈറ്റിൽ സീലിങ്ങും കബോർഡൊക്കെ അങ്ങനെ ചെയ്യാൻ വേണ്ടി കാരണം കേട്ടോ. അപ്പോൾ അതെന്തായാലും ആ ഒരു തീരുമാനം വളരെ നന്നായി. കാരണം ഇപ്പം നന്നായിട്ട് ഒരു പ്രകാശമുള്ള പോലെ ഉണ്ട് അടുക്കളയിലേക്ക് വരുമ്പോൾ. കാരണം ഫുൾ വൈറ്റ് ആയതുകൊണ്ട്. അപ്പോൾ അന്ന് ഉംറയ്ക്ക് പോകുന്നൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളോടെ കാണാം കേട്ടോ. അത് പേർക്ക് ശരിക്കും ആക്കിയിട്ടില്ല. ഇഞ്ചക്ഷൻ കൂടി വെക്കണേല് കയ്യിലൊക്കെ അതിന് പുറത്തൊരു ശരിട്ടോ ദോശയിട്ടോ വീഡിയോ എടുക്കാൻ ആ വേഗത്തിന് ഈ ബസ്സിൽ ഞങ്ങൾ ടൂർ പോയി. ഓക്കെ
കടുവ ആംഗ്രി ബേർഡിന്റെ അതിനുള്ള വഴികളൊക്കെ തുറന്നു തരണം റഹ്മാനെ. ഖൈറിന്റെ എല്ലാ വഴികളും ഞങ്ങൾക്ക് നീ തുറന്നു തരണേ അല്ലാ. ശർറിന്റെ എല്ലാ വഴികളും അടച്ചു കളയണേ അല്ലാ. ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനെ. അപകടങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. ഒന്നേ ഉള്ളൂ. അപ്പോൾ അടുത്തത് നല്ലൊരു പാസ്ത റെസിപ്പി കൂടെ നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ആര് വന്നാലും ഉണ്ടാക്കി കൊടുത്തിട്ട് ഇതുവരെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള ഒരു റെസിപ്പി കൂടെയാണ്. ഞാൻ എപ്പോഴും ഈ ഒരു സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വേറെ ഒരു സ്റ്റൈലിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ചില സ്ഥലത്ത് പോയി കാണാൻ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ട് അതിൽ മക്രോണി മിക്സ് ചെയ്തിട്ടൊക്കെ കാണലുണ്ട്. ഞാൻ ആ സ്റ്റൈലിൽ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ എൻ്റെതായ ഒരു സ്റ്റൈലിൽ ഞാൻ ആദ്യം മുതലേ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാം കേട്ടോ. ആദ്യം നമ്മൾ മക്രോണി പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. കുറച്ചധികം വെള്ളത്തിൽ കുറച്ച് ഓയിലും ഉപ്പും ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് ശേഷം ക്യാരറ്റും പിന്നെ ഉള്ളിയും ക്യാപ്സിക്കവും കൂടെ ഒന്ന് അരിഞ്ഞെടുക്കണം. എന്നിട്ട് അതൊന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം. ഇങ്ങനെ വഴറ്റുന്ന വെജിറ്റബിൾസ് ഒരിക്കലും ഓവർ കുക്ക് ആവാൻ പാടില്ല കേട്ടോ. പാസ്തയ്ക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇതിടുന്നതിന് മുമ്പ് കുറച്ച് 5-8 വെളുത്തുള്ളി ഓയിലിലേക്ക് ആദ്യം ഇട്ടാൽ കുറച്ചുകൂടെ നല്ലതാണ്. അങ്ങനെ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കത് ആ ഓയിലിൽ നിന്ന് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് കോരി മാറ്റി വയ്ക്കാം. അതിന് ശേഷം ആ ഓയിലിലേക്ക് തന്നെ ചിക്കൻ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടിട്ട്
ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. അത് പെട്ടെന്ന് ചെറിയ ചെറിയ പീസസാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അധികം ടൈമൊന്നും വേണ്ട. കറി വെക്കുന്ന അത്ര ടൈമൊന്നും ചിക്കൻ വേവിച്ചെടുക്കണ്ട. അതിലേക്ക് കുറച്ചധികം പെപ്പർ, ഇതിൽ നമ്മൾ സ്പൈസസ് ആയിട്ട് ഈ ഒരു പെപ്പർ പൗഡർ മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുറച്ച് അധികം ഇടണം. ഉപ്പ് ഇട്ടിട്ട് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച വെജിറ്റബിൾസ് ഇടണം കേട്ടോ. ഇങ്ങനെയാക്കാം, ഇത് 2 രീതിയിലാക്കാം. നമ്മൾ ഫസ്റ്റ് ആ വെജിറ്റബിൾസ് ഇട്ട സമയം അതിന് പകരം ചിക്കൻ ഇട്ടിട്ട് പിന്നെ ചിക്കൻ കുക്കാവുന്ന സമയത്ത് വെജിറ്റബിൾസ് ഇട്ടിട്ട് അങ്ങനെയും വെക്കാം കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടെ ഈസി. എന്നിട്ട് രണ്ടും കൂടെ ഇളക്കിയതിന് ശേഷം അതിലേക്ക് സോസസും കൂടെ ഇടാം. ഇപ്പം ഞാൻ ഇങ്ങനെ ചിക്കൻ വേവിച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച വെജിറ്റബിൾസ് ഇട്ടു. പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ ഇടണം കേട്ടോ. സോയാ സോസ് ഒരു 1 ടേബിൾ സ്പൂണും ടൊമാറ്റോ സോസ് ഒരു 2 ടേബിൾ സ്പൂണും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിലേക്ക് അത് പിടിക്കുന്ന വരെ വറ്റിച്ച് എടുക്കണം. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച പാസ്ത ഇടുന്നു. കുറച്ച് മല്ലിച്ചപ്പ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആൻഡ് ഈസി പാസ്ത റെഡി കേട്ടോ. ഇത് ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാൻ. കുറച്ച് മയോണൈസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.